അക്ഷരങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് കൂട്ടി വായിക്കാൻ കൂടി പഠിക്കണം. ഹൈ ഗേസ്, വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ റീഡിങ്ങിൽ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, എൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. ഡെഫിനറ്റ്ലി 100% നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആകും. അപ്പം ഞാൻ നോർമലി ബിഗിനിങ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ബിഗിനിങ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ട്രേഡിങ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പറയും നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ക്യാൻഡലിസ്റ്റിക് പാറ്റേൺസ് പഠിക്കാൻ പറയും. സോ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഡസൺ കണക്കിന് പാറ്റേൺസുകൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാമർ, ദെൻ ഷൂട്ടിംഗ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ, ഡോജി, എക്സെട്ര ഒരുപാട് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസുകളുണ്ട്. നമ്മളത് പഠിക്കും. വളരെ ഈസിയാണ് പഠിക്കാൻ അല്ലേ. ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ വളരെ ഈസിയാണ് പഠിക്കാൻ വേണ്ടി. ഞാനും സ്റ്റാർട്ടിങ്ങിൽ അതാണ് പഠിച്ചത്. പിന്നെ പറയും സപ്പോർട്ട് റെസിസ്റ്റൻസ്. നമുക്ക് മാനുവലി ഡ്രോ ചെയ്യാം. സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെയാണോ സിങ് ഹൈ സിങ് ലോ നോക്കിയിട്ട് നമ്മൾ ഡ്രോ ചെയ്യും. അതുകൂടാതെ നമ്മൾ ചാനൽ ഡ്രോ ചെയ്യും. ട്രെൻഡ് ലൈൻ പഠിക്കും. റൈറ്റ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എല്ലാവരോടും ചോദിക്കും. നമ്മൾ നോർമലി ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുകയാണെങ്കിലും അവർ ഇത് തന്നെയാണ് പറയുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം രാത്രി ഇതൊക്കെ ഇരുന്ന് ചാർട്ടുകൾ നോക്കി നല്ല രീതിയിൽ ഓക്കെ ഡോജി വന്നിട്ടുണ്ട്, ഡോജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപ്സൈഡ് മൂവ്മെൻറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. വളരെ കോൺഫിഡൻസ് ആയി. നെക്സ്റ്റ് ഡേ നമ്മൾ മാർക്കറ്റിലോട്ട് വരും. മാർക്കറ്റിൽ നമ്മളൊരു സപ്പോർട്ട് ലെവൽ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് താഴോട്ട് വരുന്നു, ക്ഷമയോട് വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് താഴോട്ട് വരുന്നു, ക്ഷമയോട് വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു പിൻബാർ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇതിന് ഹാമർ നമുക്കറിയാം അല്ലേ, ഒരു പിൻബാർ ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി. അപ്പോൾ ടെക്സ്റ്റ് ബുക്സിൽ നമ്മൾ പഠിച്ച പോലെ ഇങ്ങനെ ഒരു പിൻബാർ ക്യാൻഡിൽ സപ്പോർട്ട് ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പ്രൈസ് റിവേഴ്സിൽ വരാം, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാം എന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിത് കണ്ടു. ഇവിടുന്ന് പിൻബാർ കഴിഞ്ഞതിന് ശേഷം ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ബൈ എൻട്രി എടുത്തു. നല്ലൊരു എൻട്രി. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിന് പകരം എക്സാക്ട്ലി താഴോട്ട് വന്നു. എൻ്റെ SL അവിടെ ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. ഓക്കെ. ഞാൻ എങ്ങനെയൊക്കെ പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്. അതുപോലെ എന്തൊക്കെ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് ഉണ്ടെങ്കിലും നോർമലി ഒരു 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു 8 എണ്ണമെങ്കിലും നഷ്ടമായിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഞാൻ നഷ്ടം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ലോസ് വീഴ്സും ഇത് ഹാമർ ഒന്നും വർക്ക് ചെയ്യില്ല, ഇതൊക്കെ തട്ടിപ്പാണ്. രണ്ടാമത് വീണ്ടും നഷ്ടം വന്ന സമയത്ത് യെസ് ഡോജി വർക്ക് ചെയ്യില്ല, തട്ടിപ്പാണ്. മൂന്നാമത് ലോസ് വരുന്ന സമയത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഉടായ്പാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ പഠിച്ചതൊക്കെ തെറ്റാണോ, ഇതൊന്നും വർക്ക് ചെയ്യില്ലേ, ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് അങ്ങനെ ആലോചിച്ച സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. റൈറ്റ്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഹാമർ, ഡോജി, സപ്പോർട്ട് റെസിസ്റ്റൻസ്, ചാനൽ, ട്രെൻഡ് ലൈനൊക്കെ അക്ഷരങ്ങളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അ ഇ എന്ന് പറയുന്നില്ല, മലയാള അക്ഷരങ്ങളാണെന്ന് എടുക്കുക. ഈ ഒരു അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്കൊരു കഥ വായിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളോട് എന്താണോ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇത് ജസ്റ്റ് അക്ഷരങ്ങളാണ്, അത് കൂട്ടി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ആക്ച്വലി അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നീട് അതിനുശേഷം മാർക്കറ്റിൽ ഓരോ ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുന്നതിന് സമയത്തും ഞാനിങ്ങനെ ഇത് എന്തുകൊണ്ട് ഇവിടെ ഫോർമേഷൻ നടത്തി, എന്തുകൊണ്ട്, ഇതിന് കാരണം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഇപ്പം ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് അവിടെ ഉണ്ട്. റൈറ്റ്. ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. അതിന് പ്രൈസ് മാർക്കറ്റ് താഴോട്ട് വരുവാണ്. റൈറ്റ്. പ്രൈസ് മാർക്കറ്റ് താഴോട്ട് വരുവാണ്. സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് വന്നു. റൈറ്റ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നു. ദെൻ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിൻബാർ ക്യാൻഡിൽ ഇവിടെ ഫോർമേഷൻ നടത്തി. ഓക്കെ. അപ്പോൾ മുൻപാണെങ്കിൽ ഞാൻ എന്താണ് ഡയറക്റ്റ്ലി അവിടെ നിന്ന് ബൈ എൻട്രി എടുക്കും. ഇപ്പോൾ ആണെങ്കിൽ ഞാനത് ആലോചിക്കും എന്തുകൊണ്ട് അവിടെ അത് ഫോർമേഷൻ നടത്തി, ആൻഡ് ഇത് ഫോർമേഷൻ നടത്തി കഴിഞ്ഞിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി എന്താണെന്ന് ഞാൻ ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിരക്കണക്കിന് നമ്മളില്ല 10,000 ലക്ഷക്കണക്കിന് ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അവരെല്ലാവരും വാച്ച് ചെയ്യുവാണ് മാർക്കറ്റ് ഇവിടെ എത്തിയ സമയത്ത്. അപ്പം ചില ആൾക്കാർക്ക് ഇവിടെ പേടിയുണ്ടാവും.
ഈ ഒരു ലെവലിലോട്ട് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പേടിയുണ്ടാവും. ആർക്കാണ് പേടിയുണ്ടാകുക? ഓൾറെഡി മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത, സെല്ല് ചെയ്തിരിക്കുന്ന സെല്ലേഴ്സിന് പേടി ഉണ്ടാവും. കാരണം മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് ലെവലിലാണ്. പെട്ടെന്ന് ഇവിടുന്ന് ബൗൺസ് ബാക്ക് വരാമെന്നുള്ളത്. ചില ആൾക്കാർ പാനിക് ആവും. ആരാണ് പാനിക് ആവുന്നത്? ഓൾറെഡി ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ചെറിയൊരു പേടി വരും. സപ്പോർട്ട് ലെവലിലാണ് ഉള്ളത്. ഓൾറെഡി ചെറിയ നഷ്ടമാണ്. ഇനിയും ഇതും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോകുവാണെങ്കിൽ ഒന്ന് ചെറിയൊരു പാനിക് ഫീൽ ഉണ്ടാവും. ചില ആൾക്ക് ഗ്രീഡ് ഉണ്ടാവും. അതായത് ഈ സപ്പോർട്ട് ലെവലിൽ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി അപ്പോൾ ഓടിക്കേറി ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരുണ്ടാവും മാർക്കറ്റ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോകുമെന്ന് വിശ്വസിച്ചിട്ട് സെൽ എൻട്രി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല ട്രേഡേഴ്സും ഈ ഒരു ലെവലിലുണ്ട്. അപ്പം ഞാനത് ആലോചിക്കാൻ വേണ്ടി തുടങ്ങി. എന്തുകൊണ്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മാർക്കറ്റ് പോകണം? എന്താണ് നമുക്ക് അവിടെ വേണ്ടത്? യെസ്, അവിടെ ഒരു ബൈയിങ് ഫോഴ്സ് വേണം. അല്ല, ഒരു ബൈയിങ് ഫോഴ്സ്, എക്സാമ്പിൾ പറയാം, ഒരു ബൈയിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് അവിടെ വേണം. ആരാണ് ബൈയിങ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക? യെസ്, ഡെഫിനറ്റ്ലി ബയ്യേഴ്സ് ആണ് ബൈയിങ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുക. അതായത് അവിടെ ഒരു അഗ്രസീവ് ബൈയിങ് അവിടെ നടക്കണം. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ആൾക്കാർ ബൈ ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ചാർട്ടുകൾ കൂട്ടി വായിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഇതുവരെ ഞാൻ നോക്കി അതിനു മുൻപിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, അതിനു മുൻപിൽ ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡിങ് മാർക്കറ്റ് ആണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി, റൈറ്റ്. ആൻഡ് ആ ഒരു സപ്പോർട്ട് ലെവൽ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അവിടെ ഒരു റീടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പം ഓൾറെഡി ഈ മൂവ്മെൻറ്റുകൾ മിസ് ചെയ്ത ബയറേഴ്സ് ഉണ്ടാവും. അവർ ഓൾറെഡി ഇവിടെ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി. അവരവിടെ അഗ്രസീവ് ബൈ ചെയ്യുവാണെങ്കിലും ആ ഒരു പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിലും മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് പോകുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഓക്കെ, മാർക്കറ്റ് നമ്മളോട് പറയുന്ന ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു കഥ എനിക്ക് മനസ്സിലായി. യെസ്, ഇവിടുന്ന് ബയ്യേഴ്സ് അഗ്രസീവ് ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കിവിടുന്ന് അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിന് പിന്നിലുള്ള സൈക്കോളജിയും എനിക്ക് മനസ്സിലായി. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മുൻപ് ക്യാൻഡിൽ മാത്രം നോക്കി ട്രേഡ് എടുക്കും, പക്ഷേ ഇപ്പം സൈക്കോളജി കൂടി നോക്കും. എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാം, അല്ലെ? മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ വേണം. അല്ലെങ്കിൽ അറ്റ് സെയിം ടൈമിൽ ഓൾറെഡി മാർക്കറ്റിൽ നമുക്കറിയാം ബയ്യർ മാത്രമല്ല സെല്ലറും ഉണ്ട്. അപ്പോൾ ഓൾറെഡി സെല്ല് ചെയ്ത ആൾക്കാർ അവർക്ക് പേടി വരുമ്പോഴും അവർ എക്സിറ്റ് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അപ്പം അതും മനസ്സിലാക്കിയേ, മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് പേര് സെൽ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് വിശ്വസിച്ചിട്ട് ഒരു 1000 ക്വാണ്ടിറ്റി ഞാൻ ഇവിടുന്ന് സെല് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രോഫിറ്റ് വന്നു എന്ന് വിചാരിക്കാം. പിന്നെ ഇതൊരു സപ്പോർട്ട് ലെവലിലാണുള്ളത്, ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഓക്കെ, മാർക്കറ്റ് ചിലപ്പോൾ ഇതിൻ്റെ താഴോട്ട് വന്നാൽ വലിയ പ്രോഫിറ്റ് കിട്ടും എന്ന രീതിയിൽ ഞാൻ വിചാരിക്കും. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുക. പക്ഷേ മാർക്കറ്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ഹാമർ ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുവാണെങ്കിൽ എനിക്കൊരു പേടി വരും. ഇത് മിക്കവാറും ഇവിടുന്ന് റിവേഴ്സിൽ വരാം, എത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലേ? ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓൾറെഡി സെല് ചെയ്ത് ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബൈ ഓർഡറാണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രസീവ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻപ് ക്യാൻഡിലുകൾ മാത്രം നോക്കുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും സൈക്കോളജി നോക്കും, ഓവറോൾ ട്രെൻഡുകൾ നോക്കും. ആ ട്രെൻഡുകൾ നോക്കിയിട്ട് ഞാനത് കൂട്ടി വായിക്കാൻ വേണ്ടി പഠിക്കും. ഓക്കെ. അതിനുശേഷം എനിക്ക് ഇപ്പം നോർമലി ഞാൻ ചാർട്ട് റീഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വിക്ക്, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്, ഇവിടുന്ന് റിജക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്യാൻഡിൽ മാത്രമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർക്ക് പാനിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും, ആർക്കൊക്കെ അവിടെ പേടി വരുന്നുണ്ടെന്നുള്ളതും, എങ്ങനെയൊക്കെ അവർ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അതുകൂടാതെ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഷോർട്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഒരു ഷോർട്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ മുകളിൽ സെല്ലർ ഉണ്ട്, താഴെ ബയർ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ്, ഒരു വാറാണ് നടക്കുന്നതെന്ന് മനസ്സിലാവും. ഈ ഒരു വാർ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാകില്ല. കുറച്ച് കഴിയുന്ന സമയത്ത് ഒന്നുകിൽ സെല്ലേഴ്സിനെ ഡോമിനേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ബയ്യേഴ്സിനെ ഡോമിനേറ്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, റൈറ്റ്. അതിനുശേഷം എൻ്റെ ചാർട്ട് റീഡിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ വളരെ ഇമ്പ്രൂവ് ആയി, റൈറ്റ്. അപ്പം ഞാൻ 1-2 എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിഫ്റ്റിയിൽ എടുക്കാം. അപ്പം ഞാൻ എടുത്ത ട്രേഡുകളൊക്കെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. അപ്പം ഇവിടെ യെസ്, ഇവിടെ നമുക്ക് കാണാം. ഇപ്പം ഏപ്രിൽ 6
റൈറ്റ്. പിള്ളേർ നമുക്ക് നല്ലൊരു ചാർട്ട് എടുക്കാം. ഞാൻ ലാസ്റ്റ് ഒരു ട്രേഡ് എടുത്തതിൻ്റെ സൈക്കോളജി കൂടി ഒന്ന് പറയാം. ഇത് എനിക്കൊന്ന് യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് അതെനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. അതെ, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി. അപ്പം ഞാൻ നോക്കി എന്തുകൊണ്ടാണ് ആ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കും. യെസ്, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പേരൊക്കെ ഓവർനൈറ്റ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊരു ഗ്യാപ്പ് വന്ന സമയത്ത്, അത്യാവശ്യം വലിയ ഗ്യാപ്പ് അപ്പ് ആണ്, ഗ്യാപ്പ് അപ്പ് വന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. റൈറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ഈ പറയുന്ന ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. നെക്സ്റ്റ് ഒരു പുൾ ബാക്ക് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്ത് കുറച്ച് പേര് ഇവിടുന്ന് ബൈ എൻട്രി എടുത്തു. പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും നടന്നു. പിന്നെ സ്ലോലി ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് സെല്ലേഴ്സ് മാർക്കറ്റിൽ വരാൻ തുടങ്ങി. കാരണം സെല്ലേഴ്സ് മാർക്കറ്റിൽ വന്നു എന്ന് എങ്ങനെ മനസ്സിലാവും? ഈ ഒരു ലോവർ ഹൈ ഫോർമേഷൻ വരുന്ന സമയത്ത് മാർക്കറ്റിൽ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. ഓരോ ലെവലിലും സെല്ലേഴ്സ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. കാരണം ഓവറോൾ ട്രെൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് നോർമലി അഗ്രസീവ്ലി വരും. റൈറ്റ്. അപ്പോൾ അതേപോലെ മാർക്കറ്റിൽ ഓരോ തവണയും എൻഗൾഫിംഗ് പാൻഡ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. റൈറ്റ്. മാർക്കറ്റ് പിന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് എടുത്തു. വീണ്ടും താഴോട്ട് വന്നു. പക്ഷേ താഴോട്ട് വന്ന സമയത്ത് മാർക്കറ്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പുതിയ ലോ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തു എന്ന് പറയാം. അതായത് സെല്ലേഴ്സ് ഇവിടെയൊക്കെ സ്ട്രോങ് ആയിരുന്നു. സെല്ലർ എങ്ങനെയാണ് സ്ട്രോങ് ആയത്? ഓരോ തവണയും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് അവിടുന്ന് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് വീണ്ടും മുകളിലോട്ട് വന്നു. റൈറ്റ്. അപ്പം ഇതുവരെയും നടന്നിരിക്കുന്ന സൈക്കോളജി നമുക്കിവിടെ റീഡ് ചെയ്യാം. എന്താണ് ആക്ച്വലി ഇവിടെ നടന്നിരിക്കുന്നത്? ഇവിടെ നടക്കുന്ന ക്യാൻഡിലുകൾക്ക് പുറമെ മാർക്കറ്റ് എന്താണ് നമ്മളോട് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ്, ഇവിടെ സെല്ലേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. സെല്ലേഴ്സ് ആയിരുന്നു മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് സെല്ലേഴ്സ് നോർമലി വീക്ക് ആവാൻ തുടങ്ങി. വീക്ക് ആവുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഹൈ കൂടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഓൾറെഡി ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ടാവും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എക്സാക്ട്ലി അവരുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അവരുടെ പേടി കാരണം എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ് ഈ ഒരു മൂവ്മെൻറ്റ്. നമുക്ക് എക്സാക്ട്ലി ഇവിടെ അത് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ട് തന്നെ എടുത്തത് ഞാൻ ഓൾറെഡി ഈ ഒരു ട്രേഡ് എടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും അറിയോ ഇത് ഓൾറെഡി കഴിഞ്ഞ ചാർട്ടല്ലേ, ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഓൾറെഡി ഞാൻ എടുത്ത ട്രേഡാണ്. ഓൾറെഡി ഞാൻ യൂട്യൂബിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പുറകിലുള്ള സൈക്കോളജികൾ മനസ്സിലാക്കി ഞാനത് കൂട്ടി വായിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് മാർക്കറ്റ് ഇതാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന സെല്ലേഴ്സ് പേടിച്ച് മാർക്കറ്റിലോട്ട് എക്സിറ്റ് ചെയ്യും. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എഗെയിൻ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ദിവസം നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും വന്നു, താഴെ വന്നു, ഒരു ഡബിൾ ടോപ്പ് സംതിങ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കോളജി, അതായത് ഈ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ നോർമലി ഓവർനൈറ്റ് പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരുപാട് സെല്ലർ ഉണ്ടാവും. ശരിയല്ല, ഓവർനൈറ്റ് പൊസിഷൻ എടുത്ത് ഒരുപാട് സെല്ലറാണ് കൂടുതൽ വരുന്നത്. കാരണം എന്താണ്? അതിന് മുൻപത്തെ ചാർട്ടുകളൊക്കെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന വാർ ഇഷ്യൂസൊക്കെ കാരണം മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് ഡൗൺ ആകുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഇവിടെ സെൽ എൻട്രി എടുത്തിട്ടുണ്ടാകും, റീറ്റെയിൽ ട്രേഡേഴ്സ് അടക്കം ഉള്ള ആൾക്കാർ. പക്ഷേ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ആ ഒരു ഗ്രീൻ ക്യാൻഡിന് പുറകിലുള്ള സൈക്കോളജി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഗ്രീൻ ക്യാൻഡിൽ പോകുന്നത്? അവിടെ ബയേഴ്സ് ബൈ ചെയ്തുകൊണ്ടാണോ? അതോ സെല്ലേഴ്സ് ഓൾറെഡി സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാർ ട്രാപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഓൾറെഡി സെല്ല് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ട്രാപ്പ് ആയിട്ടുണ്ട്. അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ വളരെ വലിയ നഷ്ടത്തിനായിരിക്കും ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓരോ തവണയും മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, സെല്ലേഴ്സ് ട്രാപ്പ് ആകുന്നു. ആൻഡ് മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ണു വരുന്ന സമയത്ത് പുതിയ ബയേഴ്സ് മാർക്കറ്റിലോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പിൻബാർ ക്യാൻഡിൽ കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്. അപ്പം ഈ ഒരു ക്യാൻഡിലിന് പുറകിലൊരു സൈക്കോളജി ഉണ്ട്, അല്ലേ? ഇപ്പം നോർമലി ഞാൻ നേരത്തെ ഒരു പിൻബാർ ക്യാൻഡിൽ എടുത്ത് നമ്മൾ ലോസ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു പിൻബാർ ക്യാൻഡിൽ ഒരു സ്ട്രോങ് സിഗ്നലാണ് തന്നിരിക്കുന്നത് മാർക്കറ്റ് വീണ്ടും അപ്സൈഡോട്ട് പോകുന്നത്. കാരണം ഓൾറെഡി സെല്ലേഴ്സിനെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യിപ്പിക്കുന്നു, ഈ പറയുന്ന ഓവർനൈറ്റ് സെല്ലേഴ്സിനെ. പുതിയ ബയേഴ്സ് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ വന്നു, നെക്സ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒന്നുകൂടി റീടെസ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു പിൻബാർ വരുന്ന സമയത്ത് അതൊരു അക്സെപ്റ്റൻസ് സൈനാണ്. എഗെയിൻ ബയേഴ്സ് അഗ്രസീവ്ലി വരുന്നുണ്ടോ എന്നുള്ളതിന് അർത്ഥമാണ്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ് ശക്തമായിട്ട് വീണ്ടും അപ്സൈഡിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. റൈറ്റ്. അപ്പം അതാണ് എൻ്റെ ഈ ഒരു ട്രേഡിംഗ് കരിയറിൽ എൻ്റെ ചാർട്ട് റീഡിങ്ങിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം. ഞാൻ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കാണുന്ന സമയത്ത് അവിടെ ക്യാൻഡിൽ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അവിടെ എന്താണ് ആക്ച്വലി ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി, ബാക്കിയുള്ള ട്രേഡേഴ്സ് എങ്ങനെയാണ് ട്രേഡിംഗ് ആ ഒരു സമയത്ത് വിചാരിക്കുന്നത്, അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. റൈറ്റ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ്, സൈക്കോളജി, ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റുകളുടെ പുറകെയാണ് പോകുന്നതെങ്കിൽ അത് കുറച്ച് പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾ സൈക്കോളജി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നമുക്ക് ചാർട്ട് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചാർട്ട് റീഡ് ചെയ്യുക എന്ന് മാത്രമല്ല ട്രേഡിംഗ് സൈക്കോളജി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ ഹ്യൂജ് മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു മൂവ്മെൻറ്റൊക്കെ ഞാൻ വളരെ ഈസിയിൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്തൊരു മൂവ്മെൻറ്റാണ്. അതായത് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരും എന്നുള്ളൊരു പ്രഡിക്ഷൻ. അതിന് പിന്നിലെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത ട്രേഡുകളാണ്. റൈറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളതൊന്ന് കൂട്ടി വായിക്കാൻ കൂടി പഠിക്കാം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ചാർട്ട് റീഡർ ആകും. ഇതിനർത്ഥം നിങ്ങൾ ലോസുകൾ വരുത്തുന്നു എന്നല്ല. നിങ്ങൾക്ക് മനസ്സിലാകും മാർക്കറ്റ് എന്താണ് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾ കയറും. ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നീടാണ് നമ്മൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് എവിടെ എൻട്രി എടുക്കണം, എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സോ നമ്മൾ ചാർട്ട് റീഡിങ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കടൽ പോലെയുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ. താങ്ക് യു.